അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 20 തിങ്കളാഴ്ച. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. ചെന്താമര 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചു. തുക നൽകാൻ ചെന്താമരയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ സഹായം നൽകണം. ചെന്താമര പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം തടവ് കൂടി അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. അയൽവാസിയായ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ പോയ ബോയൻ കോളനിയിൽ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയാണ് അയൽവാസി ബോയൻ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൂടി വെട്ടിക്കൊന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ വധിച്ചതിന് ചെന്താമരയ്ക്ക് പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിരുന്നു. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതിയായ ഡോക്ടർ MK റാം കുടകിൽ പിടിയിൽ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തു. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ റാം താടി വളർത്തി ഒളിവിലായിരുന്നു. പ്രതിപക്ഷ ബഹളവുമായി പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിച്ചു. ദേശീയ ഗാനമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാകുന്ന ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തിയത്. ലോക്സഭയിലെ അംഗസംഖ്യ 850 വർദ്ധിപ്പിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ വീണ്ടും അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്നം മുടക്കിയതല്ലെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥലം കയ്യേറിയതാണ് തടയുന്നതെന്നും ആരോഗ്യമന്ത്രി K മുരളീധരൻ. ആശുപത്രി വികസന സമിതി തീരുമാനമാണ് നടപ്പാക്കുന്നത്. സർക്കാരിന്റെ സ്ഥലം കയ്യേറാനും ബാനർ കെട്ടാനും DYFIക്കോ സേവാഭാരതിക്കോ ഒത്താശ ചെയ്തു കൊടുക്കാനാവില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ ആലപ്പുഴയിൽ മാത്രമാണുള്ളത്. മറ്റാശുപത്രിയിൽ ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മുൻ മന്ത്രിയായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും AK ശശീന്ദ്രനും ചേർന്ന് പുതിയ പാർട്ടി രൂപീകരിക്കാൻ ധാരണ. സെക്യുലർ കോൺഗ്രസ്, ഡെമോക്രാറ്റിക് കോൺഗ്രസ് തുടങ്ങിയ പേരുകളാണ് പരിഗണനയിൽ. ഇന്നലെ തൃശൂരിൽ ചേർന്ന യോഗത്തിലാണ് ധാരണ. കോൺഗ്രസ് മുതിർന്ന നേതാവ് KC വേണുഗോപാലിനെതിരെ ആസൂത്രിത സൈബർ സംഘടിത ആക്രമണം നടക്കുന്നുവെന്ന് കോൺഗ്രസ് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ. സംഭവത്തിൽ 5 അക്കൗണ്ടുകൾ സഹിതം ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ ബാലവേലയ്ക്ക് എത്തിച്ച 9 കുട്ടികളെ രക്ഷപ്പെടുത്തി. ബീഹാറിൽ നിന്നെത്തിയ 9 ആൺകുട്ടികളെയാണ് രക്ഷപ്പെടുത്തിയത്. കുട്ടികളെ കൊണ്ടുവന്ന ബീഹാർ സ്വദേശികളായ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSRTC ബസുമായി കൂട്ടിയിടിച്ച് 40 CNG സിലിണ്ടർ നിറച്ച ലോറി മറിഞ്ഞ് 9 പേർക്ക് പരിക്ക്. പാലക്കാട് വടക്കാഞ്ചേരി റോയൽ ജംഗ്ഷന് സമീപം KSRTC ഡിപ്പോ ഭാഗത്തെ അടിപ്പാതയിലൂടെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. CNG വാതകം ഉഗ്രശബ്ദത്തോടെ പുറത്തേക്ക് തള്ളിയതുമൂലം ഡ്രൈവർക്കും സഹായിക്കും പൊള്ളലേറ്റു. ബസ് യാത്രക്കാർക്കും പരിക്കേറ്റു. പാലക്കാട് ധോണി ആനപരിപാലന കേന്ദ്രത്തിൽ കുങ്കിയാനയുടെ കുത്തേറ്റ് 2ാം പാപ്പാന് പരിക്ക്. കുങ്കിയാന അഗസ്ത്യന്റെ 2ാം പാപ്പാനായ ബൊമ്മനാണ് പരിക്കേറ്റത്. തീറ്റ കൊടുക്കുന്നതിനിടെ ആന പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ കൊമ്പ് തുളച്ചു കയറുകയായിരുന്നു. ശ്വാസകോശത്തിനും കരളിനുമാണ് ഗുരുതര പരിക്കേറ്റ ബൊമ്മനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുംഭമേളയ്ക്കിടെ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ പെൺകുട്ടി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി സംരക്ഷണം ആവശ്യപ്പെട്ട് പരാതി നൽകി. അഭിഭാഷകനൊപ്പമാണ് പെൺകുട്ടി എത്തിയത്. പാസ്പോർട്ടും അക്കൗണ്ടിലെ 10 ലക്ഷവും പിതാവ് കൈക്കലാക്കിയെന്നും മധ്യപ്രദേശ് പോലീസ് വേട്ടയാടുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഒറ്റപ്പാലം മണ്ണൂരിൽ CPI ബന്ധം ഉപേക്ഷിച്ച് 200-ലേറെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ CPMൽ ചേർന്നു. CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ 3 പേർ ഉൾപ്പെടെ 15ഓളം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും CPI ബന്ധം ഉപേക്ഷിച്ചു.
VS-നെ കുറിച്ച് അനുസ്മരണവുമായുള്ള ദേശാഭിമാനി വരാന്ത പതിപ്പ് പുറത്തിറങ്ങി. മുഴങ്ങിന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടോടെ KV സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ ഓർമ്മക്കുറിപ്പുകളാണ് വാരാന്ത പതിപ്പിലുള്ളത്. പുറകിലെ പേജിൽ നാടകം സംബന്ധിച്ച് കള്ളൻ വിജയൻ എന്ന ലേഖനം ഒഴിവാക്കി പുതുതായി അച്ചടിച്ച വരാന്ത പതിപ്പാണ് വിതരണം ചെയ്തത്. തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചെന്ന ആരോപണങ്ങളെപ്പറ്റി BJP വിശദ പരിശോധന നടത്തും. വിദേശയാത്ര കഴിഞ്ഞ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് എത്തുന്നതോടെ പരാതികൾ പരിശോധിക്കും. കൊച്ചി നഗരത്തിന്റെ പ്രധാന ഗതാഗത കേന്ദ്രമായ വൈറ്റിലയിൽ പ്രത്യേക പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ വൈറ്റില പ്രദേശം മരട്, കടവന്ത്ര, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തികളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസ് എത്തിച്ചേരാൻ കാലതാമസം നേരിടുന്നതായാണ് നാട്ടുകാരുടെ പരാതി. പാർലമെന്റിൽ ക്രിയാത്മകമായ ചർച്ചകൾ വേണമെന്നും തടസ്സമുണ്ടാക്കരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഭയിലെ ചർച്ചകൾ വസ്തുതകളിലും യുക്തിയിലും അധിഷ്ഠിതമായിരിക്കണം. ശാന്തമായ പെരുമാറ്റത്തിലൂടെ ശബ്ദം ഫലപ്രദമായി കേൾപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയോധ്യയിൽ കാണിക്കക്കൊള്ള നടത്തിയത് ട്രസ്റ്റ് ഭാരവാഹികളല്ല, പണമെണ്ണിയ ജീവനക്കാർ മാത്രമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ട്രസ്റ്റ് അംഗങ്ങൾക്ക് പറ്റിയത് മേൽനോട്ടത്തിലെ വീഴ്ചയാണെന്നും നിയമനങ്ങളിൽ ചിലർ വഴിവിട്ട് ഇടപെട്ടെന്നും SIT കണ്ടെത്തി. അയോധ്യയിലെ സംഭാവന കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ള BJPക്കെതിരെ പ്രചാരണായുധമാക്കാൻ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷം. അയോധ്യയും മധുരയും കാശിയും കുംഭമേളയും അടക്കമുള്ള വിഷയമുയർത്തി ഭരണ തുടർച്ച ഉറപ്പിക്കാനുള്ള BJP തന്ത്രത്തെ പ്രതിരോധിക്കാനാണ് നീക്കം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരുടെ പാർലമെന്റ് മാർച്ച് പോലീസ് തടഞ്ഞ ജന്തർ മന്ദറിൽ ലാത്തി ചാർജ്. പ്രദേശം യുദ്ധക്കളമായി. കനത്ത മഴയും പോലീസ് സന്നാഹങ്ങളും ഉണ്ടെങ്കിലും പാർട്ടികളെ ഇന്ന് തടസ്സപ്പെടുത്താനാവില്ലെന്ന് CJP എക്സ് പോസ്റ്റിൽ അറിയിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയോ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് MPമാരും പാർട്ടി നേതാക്കളും ഉറപ്പു നൽകുകയോ ചെയ്താൽ സമരം അവസാനിപ്പിക്കുമെന്ന് സോനം വാങ്ചുക് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുൻപ് നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1ന്റെ വിക്ഷേപണം വിജയകരമായതിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പായ സ്കൈ റൂട്ടിനെ അഭിനന്ദിക്കവെയാണ് വിവാദ പരാമർശം. ഇന്ത്യയിലെ യുവത്വം ബഹിരാകാശത്തേക്കുള്ള പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്കൈ റൂട്ട് സ്റ്റാർട്ടപ്പ് ടീമിലെ അംഗങ്ങളുടെ ശരാശരി പ്രായം 28 ഞാൻ സംസാരിക്കുന്നത് 56 വയസ്സുള്ള യുവാവിനെ കുറിച്ചല്ല എന്നും മോദി പറഞ്ഞു. നീറ്റ് ഫലത്തിൽ പരാതിയുമായി കൂടുതൽ പരീക്ഷാർത്ഥികൾ. OMR ഷീറ്റിൽ 609 മാർക്ക് എന്ന് കാണിച്ച ഫലം വെബ്സൈറ്റിൽ ആദ്യം 540 പിന്നീട് 167 കുറഞ്ഞതായാണ് കാൻപൂർ സ്വദേശിയായ ഉദ്യോഗാർത്ഥി ആര്യ സിംഗ് ആരോപിക്കുന്നത്. അടിസ്ഥാനരഹിതമായ പരാതി എന്നാണ് NTA വിശദമാക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ കോവിഡിന്റെ ഒമിക്രോൺ RF5 വകഭേദം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് പുതിയ കണ്ടെത്തൽ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിർണായക നിയമനിർമ്മാണവുമായി മധ്യപ്രദേശ് സർക്കാർ. വിവാഹം, അനന്തരാവകാശം, ലിവ് ഇൻ റിലേഷൻ എന്നിവ സംബന്ധിച്ച പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയുള്ള നിയമനത്തിൽ നിന്ന് പട്ടികവർഗ വിഭാഗങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിനെ കയ്യിൽ കിട്ടിയാൽ എല്ലൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ DMK നേതാവും വിലാത്തിക്കുളം MLAയുമായ GV മാർക്കണ്ഡേയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോവിൽപ്പട്ടിയിൽ നടന്ന പൊതുസമ്മേളനത്തിനിടെയാണ് വിജയ്ക്കെതിരെ ഭീഷണി മുഴക്കി പ്രസംഗിച്ചത്. ത്രിപുര DGP അനുരാഗ് ധങ്കർ മരിച്ച നിലയിൽ. അഗർത്തലയിലെ പോലീസ് ആസ്ഥാനത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവൻ ഒടുക്കിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. 1994 ബാച്ച് IPS ഓഫീസറാണ് അനുരാഗ് ധങ്കർ. ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനോട് തോറ്റ അർജന്റീന താരങ്ങൾ കളിക്കുശേഷം സ്പാനിഷ് താരങ്ങളുമായി ഏറ്റുമുട്ടി. മത്സരത്തിനിടെ എൻസോ ഫെർണാണ്ടസിന് ലഭിച്ച ചുവപ്പ് കാർഡിന് പുറമെ
കളി കഴിഞ്ഞ് നടന്ന കയ്യാങ്കളിക്കിടെ അർജന്റീനയുടെ പരേഡസിന് ചുവപ്പ് കാർഡ് ലഭിച്ചു. നാടകീയ രംഗങ്ങൾക്കിടയിൽ പലരും ഇത് ശ്രദ്ധിച്ചില്ല. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായ സ്പെയിൻ ക്യാപ്റ്റൻ റോഡ്രിക് ട്രോഫി സമ്മാനിച്ചിട്ടും വേദി വിട്ടിറങ്ങാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒടുവിൽ ട്രംപിനെ ഫിഫ അധ്യക്ഷൻ ജിയാനി ഇൻഫന്റീനോ ഇടപെട്ടാണ് വേദിയിൽ നിന്നും മാറ്റിയത്. എന്നിട്ടും ട്രംപ് ക്യാമറ ഫ്രെയിമിൽ നിന്ന് പുറത്തു പോകാതെ നിന്നു. സമ്മാന വിതരണത്തിനായി ട്രംപും ഇൻഫന്റീനോയും ഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോൾ കാണികൾ കൂകി വിളിച്ചാണ് വരവേറ്റത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.